ഗുരുവായൂരിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭത്തിന്റെ നടത്തിപ്പുകാരൻ അറസ്റ്റിൽ. കൊല്ലം കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രനാണ് അറസ്റ്റിലായത്. റിപ്പോർട്ടർ വാർത്തയുടെ ചുവട് പിടിച്ചാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് ഇയാളെ പിടികൂടിയത്. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് നടന്ന നിരവധി വാഹന മോഷണ കേസുകളിലും പ്രതിയായ പിടികിട്ടാപ്പുള്ളിയാണ് ഇയാൾ. റിപ്പോർട്ടർ ഫോളോ അപ്പ്. മമ്മിയൂർ കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭം സംബന്ധിച്ച റിപ്പോർട്ടർ വാർത്തയിൽ നിന്നാണ് രാജേന്ദ്രനെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള പ്രത്യേക സംഘം രാജേന്ദ്രന് വേണ്ടി അന്വേഷണം തുടങ്ങി. പിന്നാലെയാണ് പെൺവാണിഭ സംഘം നടത്തിപ്പുകാരനായ രാജേന്ദ്രൻ നിരവധി വാഹനമോഷണ കേസുകളിലെ പ്രതിയാണെന്നും പോലീസിന് വ്യക്തമായത്. ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇടുക്കി ശാന്തൻപാറയിലാണ് എത്തിച്ചേർന്നത്. മരുക്കുതൊട്ടി എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്ന രാജേന്ദ്രനെ പോലീസ് സംഘം കീഴടക്കി. സ്ക്വാഡ് പോയിട്ട് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നതാണ്. അപ്പോൾ അന്ന് തന്നെ അറിയാം, ഈ രാജേന്ദ്രനുമായിട്ട് ബന്ധങ്ങൾ അറിയാം, നല്ലപോലെ അറിയാം. രാജേന്ദ്രനെതിരെ ബംഗളൂരു, മൈസൂരു, പൊള്ളാച്ചി, കോയമ്പത്തൂർ, ഈറോഡ് എന്നിവിടങ്ങളിലായി 40-ലധികം ആഡംബര വാഹന മോഷണ കേസുകളുണ്ട്. കവി യൂസഫലി കച്ചേരിയുടെ വീട്ടിൽ നിന്നും വാഹനം മോഷ്ടിച്ചതുൾപ്പെടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി 10-ലധികം വാഹന മോഷണ കേസുകൾ ഇയാളുടെ പേരിൽ നിലവിലുണ്ട്. ഗുരുവായൂരിൽ ഭാര്യ ആനിയോടൊപ്പം ചേർന്നായിരുന്നു പെൺവാണിഭം നടത്തിയിരുന്നത്. ആനിയെ 2 ആഴ്ച മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അലക്സ്, അണ്ണൻ, രാജൻ, ഗ്യാസ് രാജേന്ദ്രൻ എന്നീ പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കേസുകളിൽ ജാമ്യം നേടിയ ശേഷം വിചാരണയ്ക്ക് ഹാജരാകാതെ മുങ്ങുകയായിരുന്നു ഇയാളുടെ പതിവെന്നും പോലീസ് വ്യക്തമാക്കി. തൃശൂരിൽ നിന്നും ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.